അശോകൻ എന്ന ചണ്ഡശീലനായ രാജാവ് യുദ്ധമോഹത്തിൽ നിന്നുണർന്നപ്പോൾ സാധാരണ ജനങ്ങളോട് സംവദിച്ചത് വൈദികർഷികളുടെയും ഭാരതീയ ചിന്തകരുടെയും ഭാഷയിലാണ്. അശോകൻ്റെ 13ാമത്തെ ശിലാശാസനത്തിൽ ഈ ആന്തര പരിവർത്തനത്തെപ്പറ്റി സ്പഷ്ടമായി പറയുന്നുണ്ട്. കലിംഗ വിജയം അസുരവിജയവും ലോകവിജയവും ആണെന്നും താൻ മേലിൽ ധർമ്മവിജയത്തിനു വേണ്ടി പ്രയത്നിക്കുമെന്നും അദ്ദേഹം ബൗദ്ധനായിരുന്നു. പക്ഷെ നാട്ടിൽ മുഴുവൻ പ്രചരിപ്പിച്ചത് ഭേദസത്യമായിരുന്നു. ഹിന്ദുമതവും ബുദ്ധമതവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് കരുതുന്നിടത്ത് പാലം പണിത അയാളാണ് അദ്ദേഹം. മതൈക്യത്തിൻ്റെ ദൂതനായിരുന്നു ആ ചക്രവർത്തി. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ 12ാമത്തെ ശിലാശാസനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: സമവായേവ സാധു. ഈ ശിലാശാസനങ്ങളും ഇന്നത്തെ നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്? നാം ശാസനകളെ ഹൃദയത്തിൽ നിന്നും മാറ്റുകയും ഹൃദയത്തെ ശിലകളാക്കി തീർക്കുകയും ചെയ്തു. ശിലീഭവിച്ച ഹൃദയങ്ങളായി നമ്മൾ മാറിയിരിക്കുകയാണ്. നാം കൊണ്ടു നടക്കുന്നത് കല്ലിച്ച ഹൃദയങ്ങളാണ്.